ഏജൻസിയിൽ വർക്ക് കൊടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇത് പറയാനുള്ള കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഫോൺ വരുന്നുണ്ട്. ഞങ്ങളുടെ വെബ്സൈറ്റിന്റെ ഡൊമൈൻ വേറൊരു മെയിലാണ്, അത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങളുടെ മെറ്റ ആഡ്സിന്റെ ആഡ് അക്കൗണ്ട് വേറൊരു മെയിലാണ്, അത് ഇങ്ങോട്ട് മാറ്റാൻ എന്താണ് മാർഗമുള്ളത്? ഇത് കുറച്ചധികം കോൾ വന്നുകൊണ്ടാണോ ഇങ്ങനത്തെ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏജൻസിയിലോട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്, വെബ്സൈറ്റിന്റെ ഡൊമൈന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വന്തം ഇമെയിൽ നിന്നായിരിക്കണം ആ ഒരു ഡൊമൈന് പർച്ചേസ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിന്റെ ക്രെഡൻഷ്യലാണ് അവർക്ക് കൊടുക്കേണ്ടത്. രണ്ടാമത്തത്, ഫേസ്ബുക്ക് അക്കൗണ്ടിലെ ബിസിനസ് പേജ് ക്രിയേറ്റ് ചെയ്യും അല്ലേ? ആ ബിസിനസ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നാണ് ബിസിനസ് പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനകത്താണ് അഡ്വർടൈസ്മെന്റും ബിസിനസ് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യുന്നത്. ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു ബിസിനസ് അക്കൗണ്ടിന്റെ അണ്ടറിലായിരിക്കും. ആ ഒരു അക്കൗണ്ടിൽ നിന്നാണ് അവർക്ക് ആഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കേണ്ടത്. എത്ര എമൗണ്ട് ആണ് നിങ്ങൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്, ആ അത്ര എമൗണ്ട് അതിലേക്ക് സ്പെൻഡ് ചെയ്യുമല്ലോ. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ അഡ്വർടൈസ്മെന്റ് കോസ്റ്റും കാര്യങ്ങളും എല്ലാം കുറയും. മാത്രമല്ല, ആ ഒരു ബിസിനസ് അക്കൗണ്ടിൽ നിങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് സെറ്റ് AI ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതാകുമ്പോൾ പുതിയ പുതിയ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു കോസ്റ്റ് കുറഞ്ഞിട്ട് കിട്ടും. മൂന്നാമത്തെ, ഗൂഗിൾ മൈ ബിസിനസിന്റെ പ്രൊഫൈലാണ് നിങ്ങളുടെ ഇമെയിൽ വെച്ചിട്ടാണ് അത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്തെങ്കിലും കാരണം കൊണ്ട് അവിടെ പ്രോസസ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് തന്നെ ചെയ്യണം. എന്നിട്ട് അതിന്റെ സബ് അവർക്ക് വർക്കിംഗ് പെർമിഷൻ മാത്രം അവർക്ക് കൊടുക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഏജൻസിന്റെ വർക്ക് ഏൽപ്പിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക. നിങ്ങളുടെ മെയിലിൽ തന്നെ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന് പറയാം. എല്ലാത്തിലും 2 ഫാക്ടർ ഓതന്റിക്കേറ്റ് ഓൺ ആയി ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഭാവിയിൽ വേറൊരു ഏജൻസിനെ ഏൽപ്പിക്കുന്ന സമയത്ത് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഫേസ്ബുക്ക് മാത്രമല്ല, ഏതൊരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നിങ്ങളുടെ മെയിൽ തന്നെ അത് ക്രിയേറ്റ് ചെയ്യാം. കമ്പനിയുടെ ഇമെയിലോ നിങ്ങളുടെ പേഴ്സണൽ ഇമെയിലോ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിന്റെ വർക്കിംഗ് പെർമിഷൻ മാത്രം മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ഏജൻസികൾക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഉണ്ടാക്കാം.